ശക്തിയോടെ കടിച്ചേ. പരിശുദ്ധാത്മാവേ എന്നിൽ വരേണേ, പരിശുദ്ധാത്മാവേ ശക്തി തരേണേ, പരിശുദ്ധാത്മാവേ. എല്ലാ കാര്യത്തിലും നന്ദി ചൊല്ലിടുവാൻ നന്മ നിറഞ്ഞൊരു ഹൃദയം നീ നൽകണേ. എല്ലാ കാര്യത്തിലും നന്ദി ചൊല്ലിടുവാൻ നന്മ നിറഞ്ഞൊരു ഹൃദയം നീ നൽകണേ. ഇടമുറിയാതെ പ്രാർത്ഥിക്കുവാനായി പ്രാർത്ഥന ചൈതന്യം എന്നിൽ തരേണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോ 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 ഈശോയേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയിലേക്കാണ് പ്രവേശിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മ അഭിഷേകത്താൽ നമ്മൾ നിറയപ്പെടാൻ പോവുകയാണ്. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയണം, കുടുംബജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയണം, നമ്മുടെ സമൂഹ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയണം. ആത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മൾക്കുണ്ടെങ്കിലേ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാകൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം സമർപ്പിച്ച്, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മെ അനുഗ്രഹിച്ചു. വിശദീകരിക്കുക. കരങ്ങൾ കൂപ്പാം. വചനം പറയുന്നുണ്ട്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ യേശുവിന് സാക്ഷിയാവുക എന്നുള്ളതാണ് നമുക്ക് സ്വീകരിക്കാവുന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹം. യേശുവിനെ അറിയുക, അവന് സാക്ഷിയാവുക. അങ്ങനെയെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് നൽകപ്പെടും. വചനം പറയുന്നുണ്ടല്ലോ, മത്തായിയുടെ സുവിശേഷം 6:33, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് പറഞ്ഞു. അതായത് കർത്താവിന് വേണ്ടിയുള്ള ജീവിതം ആരംഭിക്കുക, ബാക്കിയെല്ലാം അതിനോട് ചേർത്ത് നൽകുന്നതാണ്. യേശുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത് അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. അപ്പോൾ കർത്താവിന് വേണ്ടി ഞാൻ ഓടണം, ഈ ലോകത്തിന് വേണ്ടിയല്ല. യേശുവിന് വേണ്ടി ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ പുറകെ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ യേശുവിൻ്റെ പുറകെ ഓടുമ്പോൾ മറ്റനുഗ്രഹങ്ങളെല്ലാം എൻ്റെ പുറകെ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കണമെങ്കിൽ എനിക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാ. പരിശുദ്ധാത്മാവായ ദൈവമാണ് എന്നെ പ്രേരിപ്പിക്കേണ്ടേ, ഒരു മനുഷ്യനല്ല, ഈ ലോകമല്ല. പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചാൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. എൻ്റെ കുടുംബം യേശുവിന് വേണ്ടി ജീവിക്കും. അതാണല്ലോ യോശുവ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ മാത്രം സേവിക്കും, നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എന്നാൽ ഞാനും എൻ്റെ കുടുംബവും ഈ ദൈവത്തിന് മാത്രം
യഹോവയ്ക്ക് മാത്രം ശുശ്രൂഷ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അത് അനുഗ്രഹ പ്രിയപ്പെട്ടവരെ. കഷ്ടങ്ങളിലൂടെ, വേദനകളിലൂടെ, സഹനത്തിലൂടെ, രോഗങ്ങളിലൂടെ, പീഡകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. തകർച്ചകളിൽ നമ്മെ ശക്തിപ്പെടുത്തും, കർത്താവിനോട് ചേർത്ത് നിർത്തും. സഹനം അനുഗ്രഹമായി തീരും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഇന്ന് ഞാൻ തളർത്തപ്പെട്ടു എങ്കിൽ ഞാൻ ആത്മാവിനാൽ ശക്തി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ അത് നൽകുന്ന പരിശുദ്ധാത്മാവാ. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മൾ മറ്റൊന്നിനു വേണ്ടി ദാഹിക്കുന്നില്ല, പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് ദാഹിക്കണ്ടേ. ആദിമ ക്രൈസ്തവർ യേശുവിന് വേണ്ടി പ്രാണൻ വെടിഞ്ഞെങ്കിൽ അതിന് കാരണം ഒന്നേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് ശക്തിയായി അവരിൽ നിറഞ്ഞു. യേശു എന്ന സത്യത്തെ അറിഞ്ഞു, അവന് വേണ്ടി മരിക്കുവാൻ. അതാണ് അനുഗ്രഹമെന്ന് അവർ മനസ്സിലാക്കി. ആ ഒരു കൃപ ഈശോ എനിക്ക് തരണേന്ന് പ്രാർത്ഥിക്കാം. മറ്റൊന്നിനു വേണ്ടി ഞാൻ ദാഹിക്കുന്നില്ല, പരിശുദ്ധാത്മാവ് എന്നെ നയിക്കണം. പരിശുദ്ധാത്മാവേ, എനിക്ക് വേണ്ടി അങ്ങ് നൽകുവാനിരിക്കുന്ന എല്ലാ ആത്മീയ അനുഭവങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഒരു നിമിഷം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്ന സമയമാണ്. പരിശുദ്ധാത്മാവിനെ ഒന്ന് വിളിച്ചു പ്രാർത്ഥിക്കാം. ദാഹത്തോടെ, സ്നേഹത്തോടെ, പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ചേർന്ന് പാടി. ദൈവമേ വരണേ, പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവേ എൻ്റെ ഉള്ളിൽ, എൻ്റെ പരിശുദ്ധാത്മാവേ ആത്മാവാ എൻ്റെ ഉള്ളിൽ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം പരിശുദ്ധാത്മാവിനെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്കൊന്ന് വിളിക്കാം. നമ്മുടെ ബുദ്ധിയും ആലോചനയും ചിന്താമണ്ഡലങ്ങളും നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ആത്മാവിനാൽ നിറയപ്പെടട്ടെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. എല്ലാ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, ദൈവം നൽകിയിരിക്കുന്ന ജീവിത പങ്കാളി, ഭർത്താവ്, ഭാര്യ, പരിശുദ്ധാത്മാവിനാൽ നിറയാനായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവ് നയിക്കുന്ന ജീവിതങ്ങളായി മാറണം. അതേപോലെ മക്കൾ പരിശുദ്ധാത്മാവ് നിറയാനായി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവർ, മാതാപിതാക്കൾ പരിശുദ്ധാത്മാവ് നിറയാനായി പ്രാർത്ഥിക്കട്ടെ. ബന്ധുക്കൾ പരിശുദ്ധാത്മാവ് നിറയാനായി പ്രാർത്ഥിക്കാം. എല്ലാ ജീവിത മേഖലകളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറയാൻ പരിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ വ്യക്തി ജീവിതത്തെയും എൻ്റെ കുടുംബ ജീവിതത്തെയും അങ്ങ് അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ, എന്നിൽ നിറയണമേ, കുടുംബത്തിൽ നിറയണമേ, ജീവിതങ്ങളിൽ നിറയണമേ, വ്യക്തിബന്ധങ്ങളിൽ നിറയണമേ. പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിനെ ഒന്ന് വിളിച്ച് ദാഹത്തോടെ നമുക്ക് അപേക്ഷിക്കാം. ആത്മാവ ദൈവമേ വരണേ, എല്ലാവരും ചേർന്ന് എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹത്തോടെ ആത്മാവ അല്പം കൂടെ ഉച്ചത്തിൽ. ആത്മാവ ദൈവമേ വരണേ,
ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. പടം ദാഹിച്ചു. പരിശുദ്ധാത്മാവേ, സ്വർഗം ആത്മാവം ദൈവമേ വരണേ. ജീവിത പങ്കാളിയെ ഓർത്ത്, എൻ്റെ ഉള്ളിൽ മക്കളെ ഓർത്ത്, ആത്മാവ എൻ്റെ ഉള്ളിൽ ജീവിത പങ്കാളിയെ ഓർത്ത്, ആത്മാവ എൻ്റെ ഉള്ളിൽ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ബലഹീനതകൾക്ക് നമ്മൾ അടിമപ്പെട്ട് ജീവിക്കുക. എന്നിലെ മദ്യപാനം, പുകവലി, മയക്കുമരുന്നോ, ലഹരിയോ, തെറ്റായ കൂട്ടുകെട്ടുകൾ, തെറ്റായ വ്യക്തിബന്ധങ്ങൾ, വിശ്വസ്തതയില്ലാത്ത ജീവിതം, അശുദ്ധിയിലേക്കുള്ള ചാച്ചിൽ എന്നിലുണ്ടെങ്കിൽ, എന്തിനെങ്കിലും അടിമത്തം, മൊബൈൽ ഫോണോ, ഈ ലോകത്തിൻ്റെ കാര്യങ്ങളോ, നവമാധ്യമങ്ങളുടെ അതിപ്രസരണം എന്നെ അലട്ടുന്നുണ്ട്. അതുവഴി കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകലുകയാണ്. ആ മേഖലകളെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. കർത്താവ് ആഗ്രഹിക്കാത്ത വ്യക്തിബന്ധങ്ങളിൽ ഞാൻ കുടുങ്ങിക്കിടക്കുകയാണ്. ആ മേഖലകളെ കർത്താവിന് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവിനായി ദാഹിച്ച് ആ മേഖലകളെ സമർപ്പിക്കാം. അത്തരത്തിലുള്ള തിന്മകൾ, അത്തരത്തിലുള്ള ബന്ധനങ്ങൾ, അടിമത്തങ്ങളെല്ലാം വിട്ടുപോകുവാൻ പരിശുദ്ധാത്മാവേ അങ്ങ് എഴുന്നള്ളി വരണേ, ശക്തിപ്പെടുത്തണേ, അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥനയോടെ ഇത്തരം മേഖലകളിലേക്കെല്ലാം പരിശുദ്ധാത്മാവിനെ എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ ഒന്ന് വിളിക്കാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകണമേ. ചേർന്ന് പാടി. തീ പോലെ ഇറങ്ങണമേ, വിശുദ്ധീകരിക്കുന്ന ആത്മാവ് അഗ്നിനാവായി കത്തിപ്പടരട്ടെ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകണമേ, ആത്മനദിയായി ഒഴുകണമേ. ഈ നിമിഷം നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന് സാക്ഷിയായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തണം. എൻ്റെ മാനസിക ശക്തി കൊണ്ട് സാധിക്കുകയില്ല. ഞാനൊരു മനുഷ്യനാണ്, ബലഹീനനാണ്. സങ്കീർത്തനം പറയുന്നുണ്ടല്ലോ, ഞാനൊരു കൃമിയാകുന്നു എന്ന്. അത്രയും വില എനിക്കുള്ളൂ. പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ കർത്താവിന് സാക്ഷിയായിട്ട് കർത്താവിനെ പ്രഘോഷിക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ എനിക്ക് സാധിക്കും. അനേകരെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ, ആ ഒരു ദൗത്യം ഏറ്റെടുക്കുവാൻ കർത്താവ് എന്നെ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവേ, ആ ശക്തിയാൽ, ആ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണേ. എല്ലാവരും ചേർന്ന് രണ്ട് കരങ്ങളും ഉയർത്തി യേശുവിനെ ഒന്ന് വിളിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ അങ്ങേക്ക് സാക്ഷിയാക്കി എന്നെ മാറ്റണമേന്ന് എല്ലാവരും ഒന്ന് ചേർന്ന് വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. പുത്രനായ യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ഒന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, 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 പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ ശക്തിയാൽ, അഭിഷേകത്താൽ എല്ലാവരെയും നിറയ്ക്കണമേ, സാക്ഷികളാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ചേർന്ന് പാടി. നിങ്ങളെ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും
നിങ്ങളൻ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളൻ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളൻ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളൻ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളൻ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളൻ സാക്ഷികളാകും.